പച്ചപ്പും കുളിർമയും നിറഞ്ഞ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ആൾപ്പാറ് കുറഞ്ഞ ഒരിടത്താണ് കരമുദ്ദീന്റെ പഴയ തറവാട് സ്ഥിതി ചെയ്യുന്നത്. കാലപ്പഴക്കം ചെന്ന ആ വീടിന്റെ ചുമരുകൾക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ടായിരുന്നു. വലിയ സമ്പന്നനായിരുന്നില്ലെങ്കിലും ഗ്രാമത്തിൽ മാന്യമായൊരു സ്ഥാനം കരമുദ്ദീനുണ്ടായിരുന്നു. കഠിനാധ്വാനി അയാൾ തന്റെ കൃഷിയിടത്തിൽ വിയർപ്പൊഴുക്കിയാണ് ആ കുടുംബം പുലർത്തിയിരുന്നത്. അന്തസ്സും ആഭിജാത്യവും നിറഞ്ഞ അയാളുടെ ജീവിതത്തിലേക്ക് കരിനിഴൽ വീഴ്ത്തിയത് തന്റെ കുടുംബത്തിൽ ഒരു പിൻഗാമി ഇല്ല എന്ന സങ്കടമായിരുന്നു. കരമുദ്ദീന്റെ ആദ്യ ഭാര്യ ശബനം സുന്ദരിയായിരുന്നു. ഗ്രാമത്തിലെ മറ്റ് സ്ത്രീകളിൽ നിന്നും വേറിട്ടു നിൽക്കുന്ന ഒരു പ്രഭാവം അവൾക്കുണ്ടായിരുന്നു. എന്നാൽ ആ സൗന്ദര്യത്തിന് പിന്നിൽ കനനായിരുന്ന ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ പലത് കൊഴിഞ്ഞു പോയിട്ടും ആ വീടിന്റെ ഉമ്മറത്ത് ഒരു കുഞ്ഞിന്റെ ചിരി മുഴങ്ങിയില്ല. തുടക്കത്തിൽ അത് വെറു സങ്കടമായിരുന്നെങ്കിൽ കാലം ചെല്ലുന്തോറും അതൊരു വലിയ പകയായും ക്രൂരതയായും അവളുടെ ഉള്ളിൽ രൂപാന്തരപ്പെട്ടു. ഗ്രാമത്തിലെ ചടങ്ങുകൾക്ക് പോകുമ്പോൾ മറ്റ് സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് കാണുന്നത് ശബനത്തിന് സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു. ഓരോ രാത്രിയിലും ആ തറവാടിന്റെ ഏകാന്തതയിൽ അവൾ തന്റെ വിധിയെ പഴിച്ചുകൊണ്ടിരുന്നു. കരമുദ്ദീന്റെ മാതാവ് തന്റെ മകന്റെ വംശം നിലനിർത്താൻ മറ്റൊരു വിവാഹം കഴിക്കണമെന്ന് നിർബന്ധിച്ചു കൊണ്ടിരുന്നു. തുടക്കത്തിൽ കരമുദ്ദീൻ വിസമ്മതിച്ചെങ്കിലും ശബനത്തിന്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളും വീടിന്റെ ശൂന്യതയും അയാളെ പുനർചിന്തയ്ക്ക് പ്രേരിപ്പിച്ചു. അങ്ങനെയാണ് മറിയം ആ വീട്ടിലേക്ക് വരുന്നത്. മറിയം ഒരു പാവപ്പെട്ട അനാഥ പെൺകുട്ടിയായിരുന്നു. ലോകത്ത് അവൾക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല. മറിയം വിവാഹം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് വരുമ്പോൾ കൂടെ കൊണ്ടുവന്നത് തന്റെ ഏക കൂട്ടുകാരിയായ ഷേരി എന്ന ആടിനെ മാത്രമായിരുന്നു. ആ ആട് വെറുമൊരു മൃഗമായിരുന്നില്ല മറിയത്തിന്. തന്റെ ഏകാന്തതയിൽ തനിക്ക് കൂട്ടിരുന്ന, തന്റെ സങ്കടങ്ങൾ കേട്ടിരുന്ന ഏക ഉറ്റ സുഹൃത്തായിരുന്നു ഷേരി. മറിയത്തിന്റെ വരവ് ശബനത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അവൾ തന്റെ അധികാരവും സൗന്ദര്യവും ഉപയോഗിച്ച് മറിയത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചു. ഈ വീട്ടിലെ ഐശ്വര്യം മുഴുവൻ ഈ അനാഥ പെണ്ണ് കൊണ്ടുപോകും എന്ന് അവൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു. എന്നാൽ മറിയം തികച്ചും വ്യത്യസ്തയായിരുന്നു. അപാരമായ ക്ഷമയും വിനയവുമായിരുന്നു അവളുടെ ആഭരണങ്ങൾ. ശബനം ചൊരിയുന്ന ഓരോ അധിക്ഷേപങ്ങളും അവൾ പുഞ്ചിരിയോടെ നേരിട്ടു. ശബനത്തിന്റെ കുത്തുവാക്കുകൾ ഹൃദയത്തിൽ തറക്കുമ്പോൾ മറിയം ആരുമറിയാതെ തൊഴുത്തിലേക്കോടും. അവിടെ തന്റെ ഷേരിയെ കെട്ടിപ്പിടിച്ച് അവൾ പൊട്ടിക്കരയും. മറിയത്തിന്റെ സങ്കടം മനസ്സിലാക്കുന്നത് പോലെ ഷേരി അവളുടെ തോളിൽ തലചായ്ച്ചു നിൽക്കും. ആ നിശബ്ദമായ സ്നേഹമായിരുന്നു മറിയത്തിന് ആ വീട്ടിൽ പിടിച്ചു നിൽക്കാൻ കരുത്തു നൽകിയത്. കാലം അതിന്റെ പ്രയാണം തുടർന്നു. മാസങ്ങൾക്കു ശേഷം ആ വീട്ടിൽ ഒരു സന്തോഷ വാർത്തയെത്തി. മറിയം ഗർഭിണിയാണെന്ന വിവരം കരമുദ്ദീന്റെയും ഉമ്മയുടെയും കണ്ണുകളെ ഈറനണിയിപ്പിച്ചു. തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം പൂവണിയാൻ പോകുന്നു എന്നറിഞ്ഞ കരമുദ്ദീൻ ഗ്രാമമാകെ മധുരം വിതരണം ചെയ്തു. വീടിന്റെ മുറ്റത്ത് അന്നേ ദിവസം വിളക്കുകൾ തെളിഞ്ഞു. എന്നാൽ ആ വെളിച്ചത്തിനിടയിലും ശബനത്തിന്റെ മുറിൽ ഇരുട്ടായിരുന്നു. അവളുടെ ഉള്ളിൽ അസൂയയുടെ വിഷം പതഞ്ഞു പൊങ്ങിക്കൊണ്ടിരുന്നു. എനിക്ക് ലഭിക്കാത്ത ഭാഗ്യം ഇവൾ ലഭിച്ചുവല്ലോ എന്ന ചിന്ത അവളെ ഉറക്കമില്ലാത്ത രാത്രികളിലേക്ക് നയിച്ചു. അധികം വൈകാതെ മറിയം ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി. പൂർണ്ണചന്ദ്രനെ പോലുള്ള തിളക്കമുള്ള ആ കുഞ്ഞിന് അവർ നൂറിൻ എന്ന് പേരിട്ടു. നൂറിന്റെ വരവോടെ ആ പഴയ തറവാട് ഒരു സ്വർഗമായി മാറി. കരമുദ്ദീൻ തന്റെ സമയം മുഴുവൻ മകൾക്കായി മാറ്റിവെച്ചു. കുഞ്ഞിന്റെ ഓരോ കളിച്ചിരികളും ആ വീടിന്റെ ചുവരുകളെ സന്തോഷത്തിൽ നിറച്ചു. എന്നാൽ ശബനത്തിന് ആ കുഞ്ഞിനെ ഒന്ന് തൊടാനോ ലാളിക്കാനോ അനുവാദമുണ്ടായിരുന്നില്ല. അവൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ മാറി നിന്ന് ആ കാഴ്ചകൾ നോക്കി നിന്നു. ഉള്ളിൽ പകയുടെ അഗ്നി പടരുമ്പോൾ പുറമെ അവൾ ശാന്തത അഭിനയിച്ചു. കുഞ്ഞിനോടുള്ള കരമുദ്ദീന്റെ അമിതമായ സ്നേഹവും മറിയത്തിന് ലഭിക്കുന്ന പരിഗണനയും ശബനത്ത് ഒരു ഭ്രാന്തിയെ പോലെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. തന്റെ ജീവിതം തകർത്തത് ഈ കുഞ്ഞാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. പകയും അസൂയയും അവളുടെ വിവേകത്തെ നശിപ്പിച്ചു. ഒടുവിൽ ആ പിഞ്ചു കുഞ്ഞിനോട് ലോകം ഇതുവരെ കാണാത്ത ഒരു ക്രൂരത ചെയ്യാൻ അവൾ തീരുമാനിച്ചു. അതിനായി അവൾ ഒരു അവസരത്തിനായി കാത്തിരുന്നു. കരമുദ്ദീൻ ഒരു ബിസിനസ് കാര്യത്തിനായി ദൂരെയുള്ള നഗരത്തിലേക്ക് പോകേണ്ടി വന്ന ഒരു രാത്രി. ആ രാത്രിയാണ് അവൾ തന്റെ ഭീകരമായ പദ്ധതി നടപ്പിലാക്കാൻ തിരഞ്ഞെടുത്തത്. ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയ ഇടിമിന്നലേറ്റു നിൽക്കുന്ന ആ രാത്രിയിൽ ഗ്രാമവാസികളെല്ലാം അഗാധമായ ഉറക്കത്തിലാണ്ടപ്പോൾ ശബനം തന്റെ മുറിയിൽ നിന്നും പതുങ്ങി പുറത്തിറങ്ങി. മറിയത്തിന്റെ മുറിയിൽ നിന്നും നൂറിന്റെ നിഷ്കളങ്കമായ ശ്വാസോച്ഛ്വാസം കേൾക്കാമായിരുന്നു. ക്രൂരതയുടെ മുഖം മൂടിയണിഞ്ഞ ശബനം മറിയത്തിന്റെ മുറിയിലേക്ക് പതുങ്ങിച്ചെന്നു. ആകാശം കാർമേഘങ്ങളാൽ മൂടപ്പെട്ട ഒരു അമാവാസി രാത്രിയായിരുന്നു അത്. ചന്ദ്രന്റെ ഒരു കീറുപോലും ആകാശത്ത് ദൃശ്യമായിരുന്നില്ല. കാറ്റിൽ ഇലകൾ മർമരം കൊള്ളുന്ന ശബ്ദം ഒഴികെ ഗ്രാമമാകെ മൃദുതുല്യമായ നിശബ്ദതയിലായിരുന്നു. കരമുദ്ദീൻ വീട്ടിലില്ലാത്ത ആ രാത്രി തറവാടിന്റെ അകത്തളങ്ങളിൽ പകയുടെ ഒരു കറുത്ത നിഴൽ ചലിക്കാൻ തുടങ്ങി. അത് ശബനമായിരുന്നു. അവളുടെ കണ്ണുകളിൽ ദയയുടെ ഒരംശം പോലും ബാക്കിയുണ്ടായിരുന്നില്ല.
പകരം അസൂയയുടെയും ക്രോധത്തിന്റെയും കനലുകൾ അവിടെ എരിയുകയായിരുന്നു. മറിയവും അവളുടെ പിഞ്ചോമൻ നൂറിനും അഗാധമായ ഉറക്കത്തിലായിരുന്നു. ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. ശബനം പൂച്ചയെപ്പോലെ ശബ്ദമുണ്ടാക്കാതെ മറിയത്തിന്റെ മുറിയിലേക്ക് പതുങ്ങിച്ചെന്നു. ഹൃദയമിടിപ്പ് വർദ്ധിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും പ്രതികാര ബുദ്ധി അവളെ ധീരയാക്കി. അവൾ സാവധാനം തൊട്ടിലിനടുത്തെത്തി. തന്റെ കുഞ്ഞു കൈകൾ വിരിച്ചുറങ്ങുന്ന നൂറിനെ അവൾ വന്യമായ ദേഷ്യത്തോടെ നോക്കി. ഒരു നിമിഷം പോലും വൈകാതെ അവൾ കുഞ്ഞിനെ തന്റെ കൈകളിലേക്കെടുത്തു. ആ തണുത്ത സ്പർശനമേറ്റ് കുഞ്ഞൊന്ന് ഉണരുകയും കരയാൻ തുടങ്ങുകയും ചെയ്തു. എന്നാൽ ക്രൂരമായ ശബനം തന്റെ കൈകൾ കൊണ്ട് ആ കുഞ്ഞിന്റെ പിഞ്ചുവായ അമർത്തിപ്പിടിച്ചു. വീടിന്റെ പിൻവാതിലിലൂടെ അവൾ പുറത്തിറങ്ങി. കറുത്ത പുതപ്പിനാൽ കുഞ്ഞിനെ പൊതിഞ്ഞ് അവൾ കാടിന്റെ ദിശയിലേക്ക് വേഗത്തിൽ നടന്നു. രാത്രിയുടെ വിജനതയിൽ അവളുടെ പാദസരങ്ങൾ പോലും ഭയാനകമായ ശബ്ദമുണ്ടാക്കി. ഗ്രാമത്തിന്റെ അതിർത്തിയിലുള്ള വലിയ പേരാൽ മരത്തിന് ചുവട്ടിലേക്കായിരുന്നു അവൾ ലക്ഷ്യമിട്ടത്. അവിടെ എത്തുമ്പോൾ അവൾ കിതയ്ക്കുന്നുണ്ടായിരുന്നു. മുൻകൂട്ടി ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു കോരികയെടുത്ത് അവൾ ആഞ്ഞാഞ്ഞ് മണ്ണ് നീക്കാൻ തുടങ്ങി. തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അവൾ ഒരു വലിയ കുഴിയുണ്ടാക്കി. വായ് പൊത്തിപ്പിടിച്ചിരുന്നിട്ടും നൂറിന്റെ തേങ്ങലുകൾ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കുഞ്ഞിന്റെ കണ്ണുകളിൽ നിന്നൊഴുകിയ കണ്ണുനീർ ശബനത്തിന്റെ കൈകളെ നനയിച്ചെങ്കിലും ആ ഹൃദയം അലിഞ്ഞില്ല. നീ വന്നതോടെയാണ് എന്റെ സമാധാനം പോയത്. ഇനി നിനക്ക് മണ്ണാണ് വീട് എന്ന് അവൾ ആക്രോശിച്ചുകൊണ്ട് ആ പിഞ്ചു കുഞ്ഞിനെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് തിരക്കിട്ട് മണ്ണ് മാറ്റി ആ കുഴി മൂടി. കുഴിക്കു മുകളിൽ മണ്ണ് നിരപ്പാക്കി അതിനു മുകളിൽ കരിയിലകൾ വിതറി തെളിവുകൾ നശിപ്പിച്ചു. അവളുടെ ചുണ്ടുകൾ ഭീകരമായി ഒരു ചിരി വിരിഞ്ഞു. ഇനി ഈ കുഞ്ഞുമില്ല, മറിയത്തിന് സന്തോഷവുമില്ല. അവൾ ആത്മഗതം ചെയ്തു. എന്നാൽ ഈ ക്രൂരതകൾക്കെല്ലാം സാക്ഷിയായി ഒരാൾ അവിടെയുണ്ടായിരുന്നു. മറിയത്തിന്റെ വിശ്വസ്തയായ ആട് ഷേരി. മറിയം അറിയാതെ ആടിനെ തൊഴുത്തിൽ നിന്ന് അയച്ച് ശബനം പുറത്തു കൊണ്ടുവന്നിരുന്നില്ലെങ്കിലും ഷേരി എങ്ങനെയോ കെട്ടയച്ച് ശബനത്തെ പിന്തുടർന്നിരുന്നു. തന്റെ ചെറിയ യജമാനത്തിയെ മണ്ണിൽ കുഴിച്ചു മൂടുന്നത് കണ്ട് ആ മൃഗം വിറച്ചുപോയി. ഉറക്കെ കരയാൻ ആഗ്രഹിച്ചുവെങ്കിലും അത് അപകടമാണെന്ന് തിരിച്ചറിഞ്ഞ ഷേരി കണ്ണുനീർ ഒഴുക്കി ആ മരത്തിന്റെ നിഴലിൽ ഒളിച്ചു നിന്നു. ആടിയെല്ലാം കാണുന്നുണ്ടെന്ന് ശബനം അറിഞ്ഞതേയില്ല. കൃത്യം പൂർത്തിയാക്കി ശബനം വീട്ടിലേക്ക് മടങ്ങി. ഒന്നും സംഭവിക്കാത്തവളെ പോലെ അവൾ തന്റെ കിടക്കയിൽ ചെന്ന് കിടന്നു. പക്ഷെ മനസ്സാക്ഷിയുടെ കുത്തലേറ്റല്ല, മറിച്ച് തന്റെ പദ്ധതി വിജയിച്ചതിലുള്ള ആവേശത്തിലായിരുന്നു അവൾ. അതിരാവിലെ മറിയം ഉണർന്നു. കുഞ്ഞിനെ പാലൂട്ടാനായി തൊട്ടിലിനടുത്തെത്തിയ അവൾ നടുങ്ങിപ്പോയി. തൊട്ടിൽ ശൂന്യമായിരുന്നു. നൂറീൻ, എന്റെ മോളെവിടെ? അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. ആ നിലവിളി കേട്ട് ഗ്രാമവാസികൾ ഓടിക്കൂടി. മറിയം ഭ്രാന്തിയെപ്പോലെ വീട്ടുമുറ്റത്തും പറമ്പിലും കുഞ്ഞിനെ തിരഞ്ഞു. കരച്ചിൽ കേട്ട് പുറത്തു വന്ന ശബനം കപടമായ സങ്കടം അഭിനയിക്കാൻ തുടങ്ങി. അവൾ നെഞ്ചത്തടിച്ചു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അയ്യോ, എന്റെ മോളെ ആരാണ് കൊണ്ടുപോയത്? ജനക്കൂട്ടം കുഞ്ഞിനെ തേടി കാട്ടിലും പരിസരത്തും അലഞ്ഞു. ഈ സമയം നോക്കി ശബനം തന്റെ വിഷം ചീറ്റാൻ തുടങ്ങി. അവൾ ഗ്രാമത്തിലെ പ്രമാണിമാരോട് രഹസ്യമായി പറഞ്ഞു, കഴിഞ്ഞ രാത്രി മറിയം മുറിയിൽ ആരോടോ രഹസ്യമായി സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അവൾക്ക് ആരോടോ ബന്ധമുണ്ട്. ആർക്കോ വേണ്ടി അവൾ തന്നെ തന്റെ കുഞ്ഞിനെ കൈമാറിയതാകാനോ വഴിയുള്ളൂ. അല്ലെങ്കിൽ ഈ കുഞ്ഞ് ഇത്ര പെട്ടെന്ന് എങ്ങോട്ട് പോകാനാണ്? ഈ കള്ളം കാട്ടുതീ പോലെ ഗ്രാമമാകെ പടർന്നു. പുത്രദുഃഖത്താൽ തകർന്നു മടങ്ങിയെത്തിയ കരമുദ്ദീന്റെ ചെവിയിലുമെത്തി ഈ വാർത്തകൾ. സ്വന്തം ഭാര്യയെ അവിശ്വസിക്കാൻ അയാൾ ആദ്യം തയ്യാറായില്ലെങ്കിലും ശബനം ഓരോ ദിവസവും ഓരോ കള്ളത്തരങ്ങൾ നിരത്തി അയാളുടെ മനസ്സിൽ സംശയത്തിന്റെ വിത്തുകൾ പാകി. മറിയത്തിന്റെ കണ്ണുനീർ ആരും കണ്ടില്ല. താൻ നിരപരാധിയാണെന്ന് അവൾ വിളിച്ചു പറഞ്ഞെങ്കിലും ശബനത്തിന്റെ മയക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ മറിയം തോറ്റുപോയി. ആരും തുണയില്ലാത്ത ആ അനാഥ പെൺകുട്ടി തന്റെ ആടിനെ കെട്ടിപ്പിടിച്ച് നീറുന്ന മനസ്സുമായി ആ പഴയ വീട്ടിൽ ഒറ്റപ്പെട്ടു. തന്റെ മകൾ എവിടെയാണെന്നോ ജീവനയോടെ ഉണ്ടോ എന്നോ അറിയാതെ അവൾ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. നൂറിൻ എന്ന പിഞ്ചോമനയുടെ തിരോധാനം ആ ഗ്രാമത്തെ ദിവസങ്ങളോളം ഉത്കണ്ഠയുടെ നിലയിൽ നിർത്തി. പുഴയോരങ്ങളും കാടിന്റെ മുക്കുമൂലകളും ഗ്രാമവാസികൾ അരിച്ചുപെറുക്കി. പക്ഷേ ഒരു തരിമ്പ് തെളിവ് പോലും ആർക്കും ലഭിച്ചില്ല. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറി. പതുക്കെ പതുക്കെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്ന നിഗമനത്തിൽ ഗ്രാമവാസികൾ ആ കുഞ്ഞിനെ മറക്കാൻ തുടങ്ങി. എന്നാൽ ആ വീട്ടിലെ അന്തരീക്ഷം കൂടുതൽ കലുഷിതമായി മാറുകയായിരുന്നു. ശബനം തന്റെ വിഷം പുരട്ടിയ വാക്കുകളാൽ കരമുദ്ദീന്റെ മനസ്സിനെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി. നോക്കൂ, കുഞ്ഞിനെ കളഞ്ഞിട്ടും അവളുടെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അവൾ ആർക്കോ വേണ്ടിയാണ് ഇത് ചെയ്തത് എന്ന് അവൾ ആവർത്തിച്ചു പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദനയിൽ ഉരുകിയായിരുന്ന മറിയത്തിന് നേരെ കരമുദ്ദീൻ തിരിഞ്ഞു. സ്നേഹിച്ചിരുന്ന ഭർത്താവ് ഒരു ശത്രുവിനെ പോലെ അവളെ
ക്രൂരമായി ദ്രോഹിക്കാൻ തുടങ്ങി. ആഹാരം പോലും നൽകാതെ അവളെ ഒരു മുറിക്കുള്ളിൽ പൂട്ടിയിട്ടു. മറിയത്തിന്റെ ഏക ആശ്വാസം തന്റെ അരികിൽ എപ്പോഴും നിശബ്ദയായി നിൽക്കുന്ന ഷേരി എന്ന ആട് മാത്രമായിരുന്നു. ഷേരിയുടെ കണ്ണുകളിൽ വിരിയുന്ന സങ്കടം മറിയത്തിന് മനസ്സിലാകുമായിരുന്നു. ഒടുവിൽ ശബനത്തിന്റെ പ്രേരണയാൽ ഗ്രാമക്കൂട്ടം ഒരു തീരുമാനമെടുത്തു. കുലടയായ ഇവൾ ഈ ഗ്രാമത്തിന് ശാപമാണ്. ഇവളെ ഇവിടെ താമസിപ്പിക്കുന്നത് ദൈവകോപത്തിന് കാരണമാകും. മറിയത്തെ നാടുകടത്താൻ അവർ വിധിച്ചു. തകർന്നുപോയ മറിയത്തെ തെരുവിലൂടെ അവർ വലിച്ചിയച്ചു. പുരുഷന്മാർ അവളെ ശപിച്ചു. സ്ത്രീകൾ അവൾക്ക് നേരെ തുപ്പി. ചിലർ കല്ലുകൾ എറിഞ്ഞ് അവളുടെ നെറ്റി തകർത്തു. ചോരയൊലിച്ച് വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞ് തന്റെ ആടിനെയും ചേർത്തു പിടിച്ച് അവൾ ഗ്രാമത്തിന്റെ അതിർത്തിയിലെത്തി. കരമുദ്ദീൻ ദൂരെ മാറി നിന്ന് അതെല്ലാം നോക്കി നിന്നു. മറിയത്തിന്റെ ഹൃദയം പൊട്ടി. അവൾ ആകാശത്തേക്ക് നോക്കി വിളിച്ചു, യാ അല്ലാ, നീയെല്ലാം കാണുന്നവനല്ലേ? ഈ ലോകത്ത് എനിക്ക് നീയല്ലാതെ ആരുമില്ല. അപ്പോഴാണ് ആ പ്രപഞ്ചത്തെ തന്നെ ഞെട്ടിച്ച അത്ഭുതം സംഭവിച്ചത്. മറിയത്തെ കല്ലെറിയാൻ ഉയർത്തിയ കൈകൾ വായുവിൽ നിശ്ചലമായി. മറിയത്തിന്റെ അരികിൽ നിന്നിരുന്ന ഷേരി എന്ന ആട് പെട്ടെന്ന് തന്റെ തല ഉയർത്തി. കാതടിപ്പിക്കുന്ന ഒരു ഗർജനത്തോടെ ആ മൃഗം മനുഷ്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. ഗ്രാമവാസികൾ ഭയന്നോടി. ചിലർ മണ്ണിൽ വീണു. ഷേരിയുടെ ശബ്ദം ആ തായ്വരയിലാകെ മുഴങ്ങി. നിർത്തൂ, അറിവില്ലാത്ത മനുഷ്യരെ! നിങ്ങൾ ആക്രമിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ നിരപരാധിയെയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാൽ ഞാൻ സംസാരിക്കുന്നു. ആ കുഞ്ഞിനെ മറിയം ആർക്കും നൽകിയിട്ടില്ല. സത്യം ഞാൻ കണ്ടതാണ്. അന്ന് രാത്രി കറുത്ത വസ്ത്രമണിഞ്ഞ് സർപ്പത്തെ പോലെ ഇഴഞ്ഞു ചെന്ന് ആ കുഞ്ഞിനെ മോഷ്ടിച്ചത് ഈ നിൽക്കുന്ന ശബനമാണ്. അവൾ ആ പിഞ്ചു കുഞ്ഞിനെ കാട്ടിലെ ആൽമരച്ചുവട്ടിൽ ജീവനോടെ കുഴിച്ചുമൂടി. മറിയം പാപിയല്ല, ശബനമാണ് യഥാർത്ഥ രാക്ഷസി. ആടിന്റെ വാക്കുകൾ കേട്ട് ഗ്രാമം സ്തബ്ധമായി. ശബനത്തിന്റെ മുഖത്തെ രക്തപ്രസാദം അപ്രത്യക്ഷമായി. അവളുടെ ശരീരം വിറക്കാൻ തുടങ്ങി. കരമുദ്ദീൻ ഒരു ഭ്രാന്തനെ പോലെ ശബനത്തിന് നേരെ പാഞ്ഞെടുത്തു. അവളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അയാൾ ഗർജിച്ചു, പറയൂ, ആ മൃഗം പറഞ്ഞത് സത്യമാണോ? എന്റെ കുഞ്ഞിനെ നീ എന്തു ചെയ്തു? മരണം കൺമുന്നിൽ കണ്ട ശബനം ഒടുവിൽ അലറിക്കൊണ്ട് പറഞ്ഞു, അതെ, ഞാൻ ചെയ്തു. മറിയത്തോടുള്ള പക കൊണ്ട് ഞാൻ കുഞ്ഞിനെ ആൽമരച്ചുവട്ടിൽ കുഴിച്ചുമൂടി. ഒരു നിമിഷം പോലും കളയാതെ ഗ്രാമവാസികളും കരമുദ്ദീനും മറിയവും ഘാട്ടിലേക്ക് ഓടി. ആൽമരച്ചുവട്ടിൽ ശബനം കാണിച്ചു കൊടുത്ത സ്ഥലം അവർ വേഗത്തിൽ കുഴിച്ചു. മറിയത്തിന്റെ കൈകൾ മണ്ണിൽ തപ്പി. പക്ഷേ അവിടെ കുഞ്ഞില്ലായിരുന്നു. കുഴി തുറന്നു കിടക്കുന്നു. അവിടെ കുഞ്ഞിന്റെ പുതപ്പിന്റെ ഒരു കഷ്ണം മാത്രമാണ് അവശേഷിച്ചിരുന്നത്. എന്റെ മോളെ വന്യമൃഗങ്ങൾ കൊണ്ടുപോയെ! മറിയത്തിന്റെ നിലവിളി കാടിനെ നടുക്കി. മകൾ മരിച്ചുപോയെന്ന് ഉറച്ചു വിശ്വസിച്ച അവൾ ബോധരഹിതയായി ആ മണ്ണിൽ വീണു. കരമുദ്ദീൻ തകർന്നു പോയി. അയാൾ ശബനത്തിന് നേരെ തിരിഞ്ഞു. നിന്നെ പോലൊരു ക്രൂരയെ ഈ വീട്ടിൽ ഇനി എനിക്ക് ആവശ്യമില്ല. പടച്ചവൻ നിനക്ക് അർഹമായ ശിക്ഷ നൽകട്ടെ. അയാൾ അവളെ ആ കാട്ടിൽ ഉപേക്ഷിച്ചു. മറിയത്തെ താങ്ങിയെടുത്തുകൊണ്ട് അയാൾ വീട്ടിലേക്ക് മടങ്ങി. സത്യം തെളിഞ്ഞെങ്കിലും തന്റെ ഏകമകളെ നഷ്ടപ്പെട്ട ആ ദുഃഖം ആ വീടിനെ വീണ്ടും നിശബ്ദമാക്കി. എന്നാൽ ഷേരി എന്ന ആട് ആ ആൽമരച്ചുവട്ടിൽ നോക്കി എന്തോ ആലോചിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. പ്രകൃതിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യം അവിടെ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. നൂറിനെ ആൽമരച്ചുവട്ടിൽ കണ്ടെത്താനാകാതെ വന്നതോടെ മറിയത്തിന്റെ ലോകം ഇരുളടഞ്ഞു. കുഞ്ഞ് മരിച്ചുവെന്ന് ഗ്രാമവാസികൾ വിധിയെഴുതിയെങ്കിലും മറിയത്തിന്റെ ഉള്ളിലെ മാതൃഹൃദയം അത് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. സത്യം വെളിപ്പെട്ടതോടെ കരമുദ്ദീൻ മറിയത്തോട് മാപ്പിരുന്നു. ശബനത്തിന്റെ ചതി തിരിച്ചറിഞ്ഞ അയാൾ അവളെ എന്നേക്കുമായി പുറത്താക്കി. എങ്കിലും ആ വീട്ടിൽ സന്തോഷം മടങ്ങി വന്നില്ല. കുഞ്ഞിന്റെ ശൂന്യമായ തൊട്ടിലും അവൾ ഉപയോഗിച്ചിരുന്ന കൊച്ചു വസ്ത്രങ്ങൾ നോക്കി മറിയം ദിവസങ്ങൾ തള്ളി നീക്കി. കരമുദ്ദീനാകട്ടെ തന്റെ മകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്തതിനാൽ സ്വയം വഹിച്ച് നിശബ്ദനായി. വർഷങ്ങൾ പലതും കടന്നുപോയി. ഗ്രാമത്തിലെ വഴികളും മരങ്ങളും മാറി. പക്ഷേ മറിയത്തിന്റെ കണ്ണീർ വറ്റിയില്ല. ഒരു വെള്ളിയാഴ്ച ഉച്ചനേരത്താണ് ആ ഗ്രാമത്തിലേക്ക് തേജസ്സുള്ള മുഖത്തോടു കൂടിയ ഒരു സൂഫി വര്യൻ എത്തിയത്. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രപഞ്ചത്തിന്റെ ശാന്തതയുണ്ടായിരുന്നു. തറവാടിന് മുന്നിലിരുന്ന് കരയുന്ന മറിയത്തെ കണ്ട അദ്ദേഹം അടുത്തു ചെന്ന് അവളുടെ തലയിൽ കൈവച്ചു. മറിയം തന്റെ സങ്കടം മുഴുവൻ ആ വലിയ മനുഷ്യനോട് പങ്കുവെച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ സൂഫി വര്യൻ അല്പനേരം കണ്ണുകളടച്ച് പ്രാർത്ഥനയിൽ മുഴുകി. അദ്ദേഹത്തിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചുകൊണ്ടിരുന്നു. കുറച്ചു സമയത്തിനു ശേഷം ആശ്വസിപ്പിക്കുന്ന ഒരു പുഞ്ചിരിയോടെ അദ്ദേഹം പറഞ്ഞു, മകളെ, നീ കരയുന്നത് നിർത്തുക. നിന്റെ കണ്ണീർ അള്ളാഹു കണ്ടുകഴിഞ്ഞു. നിന്റെ മകൾ മരിച്ചിട്ടില്ല. ആ രാത്രി മണ്ണിൽ നിന്ന് അവളെ അള്ളാഹു തന്നെ രക്ഷിച്ചു. പക്ഷെ നിനക്ക് അവളെ ഇപ്പോൾ കാണാനാവില്ല. 10 വർഷം കൂടി നീ ക്ഷമയോടെ കാത്തിരിക്കണം. 10ാം വർഷം അവൾക്ക് 12 വയസ്സാകുമ്പോൾ ഏത് മരച്ചുവട്ടിൽ വെച്ചാണോ അവളെ നിനക്ക് നഷ്ടപ്പെട്ടത്, അതേ മരച്ചുവട്ടിൽ അവൾ നിന്നെ തേടി വരും. ഇത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. ആ വാക്കുകൾ മറിയത്തിനും കരമുദ്ദീനും പുതിയൊരു ജീവൻ നൽകി. 10 വർഷം എന്നത് ഒരു വലിയ കാലയളവായിരുന്നുവെങ്കിലും
മകൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വാർത്ത അവളുടെ ഹൃദയത്തിലെ മുറിവുകൾക്ക് മരുന്നായി. ഓരോ ദിവസവും അവർ ആ പേരാൽ മരച്ചുവട്ടിൽ പോയി വൃത്തിയാക്കും. അവിടെ ഇരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കും. ഗ്രാമവാസികൾ പലരും അവരെ പരിഹസിച്ചു, ഭ്രാന്തി പിടിച്ച മാതാപിതാക്കൾ എന്ന് വിളിച്ചു. പക്ഷേ വിശ്വാസത്തിന്റെ കരുത്തിൽ അവർ എല്ലാം സഹിച്ചു. 10 വർഷം നീണ്ട കാത്തിരിപ്പിൽ മറിയത്തിന്റെ മുടി നരച്ചു തുടങ്ങിയിരുന്നു. കരമുദ്ദീന്റെ മുഖത്ത് വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. എങ്കിലും അവരുടെ പ്രതീക്ഷയ്ക്ക് തെല്ലും മങ്ങലേറ്റില്ല. അങ്ങനെ 10ാം വർഷം സമാഗതമായി. ഒരു പ്രഭാതത്തിൽ കിളികളുടെ കിളികളുടെ കളകൂജനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ മറിയം ആ മരച്ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് കാടിന്റെ ഉള്ളിൽ നിന്നും 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന മനോഹരിയായ ഒരു പെൺകുട്ടി ഓടിവരുന്നത് അവൾ കണ്ടത്. പട്ടുപോലെയുള്ള മുടിയും തിളങ്ങുന്ന കണ്ണുകളുമുള്ള ആ കുട്ടി കാട്ടുപൂക്കൾ പറിച്ചുകൊണ്ട് ആ മരത്തിനു ചുറ്റും കളിക്കാൻ തുടങ്ങി. ആ മുഖം കണ്ടപ്പോൾ തന്നെ മറിയത്തിന്റെ ഉള്ളിൽ മാതൃത്വം അണപൊട്ടിയൊഴുകി. അത് തന്റെ നൂറിൻ തന്നെയായിരുന്നു. തന്റെ ചോരയുടെ മണം അവൾ തിരിച്ചറിഞ്ഞു. നൂറിൻ, എന്റെ മോളെ, മറിയം വിറയ്ക്കുന്ന സ്വരത്തിൽ വിളിച്ചു. അപ്രതീക്ഷിതമായി ഒരാൾ വിളിക്കുന്നത് കേട്ട് ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. ഭയന്നുപോയ അവൾ മറിയത്തെ ഒന്ന് നോക്കി കാടിനുള്ളിലേക്ക് അതിവേഗം ഓടി. മോളെ, ഓടല്ലേ, ഇത് നിന്റെ ഉമ്മയാണ്. മറിയം പിന്നാലെ ഓടി. ബഹളം കേട്ട് കരമുദ്ദീനും അവിടേക്ക് ഓടിയെത്തി. അവർ ഇരുവരും ചേർന്ന് കാടിന്റെ ആഴങ്ങളിലേക്ക് ആ കുട്ടിയെ പിന്തുടർന്നു. കുറെ നേരം ഓടിയപ്പോൾ കാടിന്റെ ഒരു മൂലയിൽ ചെറിയൊരു കുടിൽ അവർ കണ്ടു. ആ പെൺകുട്ടി കുടിലിലേക്ക് കയറി ഒരു വൃദ്ധനെ കെട്ടിപ്പിടിച്ചു. ആ വൃദ്ധൻ പരിഭ്രമത്തോടെ പുറത്തു വന്ന് കുട്ടിയെ തന്റെ പിന്നിൽ ഒളിപ്പിച്ചു നിർത്തി. കരഞ്ഞുകൊണ്ട് ഓടിയെത്തിയ മറിയം അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണു. അപ്പോഴാണ് 10 വർഷം മുമ്പ് നടന്ന ആ സത്യം വെളിപ്പെട്ടത്. ആ രാത്രി ശബരം കുഞ്ഞിനെ കുഴിച്ചു മൂടി പോയതിനു ശേഷം ആ വഴി വന്ന ഈ വൃദ്ധനായിരുന്നു മണ്ണിൽ നിന്ന് കരച്ചിൽ കേട്ട് കുഞ്ഞിനെ പുറത്തെടുത്തത്. സ്വന്തമായി മക്കളില്ലാതിരുന്ന അദ്ദേഹത്തിന് അത് അള്ളാഹു നൽകിയ നിധിയായിരുന്നു. അദ്ദേഹം അവളെ പൊന്നുപോലെ വളർത്തി. നൂറിൻ എന്ന പേര് അറിയില്ലായിരുന്നെങ്കിലും അദ്ദേഹം അവളെ സ്നേഹത്തോടെ മറ്റൊരു പേര് വിളിച്ചു. സത്യം അറിഞ്ഞപ്പോൾ കരമുദ്ദീൻ അദ്ദേഹത്തോട് നന്ദി പറഞ്ഞു. പക്ഷേ തന്റെ പ്രാണനായ മകളെ വിട്ടു നൽകാൻ ആ വൃദ്ധം ആദ്യം തയ്യാറായില്ല. 10 വർഷം ഞാൻ ഇവളെ വളർത്തി. ഇവൾ എന്റെ ജീവനാണ്. നിങ്ങൾക്കിപ്പോൾ ഇവളെ വിട്ടുതരാൻ എനിക്കാവില്ല. അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. മറിയം അദ്ദേഹത്തിന്റെ കൈകൾ പിടിച്ചു യാചിച്ചു. ഉപ്പേ, നിങ്ങൾ ഇവൾക്ക് ജീവൻ നൽകിയ ആളാണ്. പക്ഷേ 10 വർഷം ഓരോ നിമിഷവും മരിച്ചു ജീവിച്ച ഈ ഉമ്മയുടെ സങ്കടം നിങ്ങൾ കാണുന്നില്ലേ? ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ തിരികെ നൽകൂ. കാടിന്റെ ശാന്തതയിൽ ആ വൃദ്ധന്റെയും മാതാപിതാക്കളുടെയും കരച്ചിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. സ്നേഹവും വിരഹവും തമ്മിലുള്ള ഒരു വലിയ പോരാട്ടമായിരുന്നു അത്. ഒടുവിൽ സ്നേഹത്തിന്റെ യഥാർത്ഥ ഉടമസ്ഥർക്ക് മുന്നിൽ ആ വൃദ്ധന്റെ മനസ്സലിഞ്ഞു തുടങ്ങുകയായിരുന്നു. 10 വർഷത്തെ ആ കാത്തിരിപ്പ് അതിന്റെ അവസാന ലക്ഷ്യത്തിലേക്ക് എത്തുകയായിരുന്നു. കാടിന്റെ നിശബ്ദതയിൽ ആ കൊച്ചു കുടിലിന് മുന്നിൽ വലിയൊരു ജീവിത നാടകം അരങ്ങേറുകയായിരുന്നു. തന്റെ വളർത്തുമകളെ വിട്ടു നൽകാൻ മടിച്ച ആ വൃദ്ധന്റെ മുന്നിൽ മറിയം തന്റെ ജീവിതം തുറന്നുവെച്ചു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അമാവാസി രാത്രിയിൽ നടന്ന ക്രൂരതയും ആരും വിശ്വസിക്കാതെ വന്നപ്പോൾ ഒരു മിണ്ടാപ്രാണി സംസാരിച്ച് സത്യം തെളിയിച്ചതും. കഴിഞ്ഞ 10 വർഷമായി ഓരോ ശ്വാസത്തിലും മകളെ ഓർത്ത് കണ്ണീർ വാർത്തതും അവൾ വിവരിച്ചു. മറിയത്തിന്റെ വാക്കുകളിൽ മാതൃത്വത്തിന്റെ വലിയൊരു നോവുണ്ടായിരുന്നു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ വൃദ്ധന്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അദ്ദേഹം ആ പെൺകുട്ടിയെ അരികിലേക്ക് വിളിച്ചു. അവളുടെ തലയിൽ തലോടിക്കൊണ്ട് അദ്ദേഹം കരമുദ്ദീനോടും മറിയത്തോടും പറഞ്ഞു, ഇവൾ നിങ്ങളുടെ മകൾ തന്നെയാണ്. അതിൽ എനിക്കിനി സംശയമില്ല. 10 വർഷം മുമ്പ് ഇതേ കാട്ടിലൂടെ വിറകു ശേഖരിക്കാൻ പോയതായിരുന്നു ഞാൻ. പെട്ടെന്നാണ് ആ വലിയ ആൽമരച്ചുവട്ടിൽ നിന്ന് മണ്ണനങ്ങുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആരോ കുഴിച്ചുമൂടിയ ആ കുഴിയിൽ നിന്നും ഒരു പിഞ്ചു കൈ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ എന്റെ ഹൃദയം നിലച്ചുപോയി. വേഗത്തിൽ മണ്ണ് മാറ്റി നോക്കിയപ്പോൾ കണ്ടത് മരണത്തോട് പൊരുതുന്ന ഈ കുഞ്ഞിനെയായിരുന്നു. മക്കളില്ലാത്ത എനിക്ക് ദൈവം നൽകിയ നിധിയായിരുന്നു ഇവൾ. ഇത്രയും കാലം എന്റെ ശ്വാസമായി ഞാൻ ഇവളെ നോക്കി. പക്ഷേ ഉമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ഈ വളർത്തച്ഛൻ തോറ്റിരിക്കുന്നു. ഇപ്പോൾ ഇവളുടെ യഥാർത്ഥ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകേണ്ട സമയമായി. വൃദ്ധന്റെ വാക്കുകൾ കേട്ടതും മറിയം നൂറിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു. 10 വർഷത്തിന്റെ വിരഹത്തിന്റെ ചൂട് ആ കെട്ടിപ്പിടുത്തത്തിൽ അലിഞ്ഞു ഇല്ലാതെയായി. നൂറിൻ ആദ്യം ഒന്ന് പരിഭ്രമിച്ചെങ്കിലും തന്റെ ഉള്ളിലെ ചോരത്തിളപ്പ് ആ ഉമ്മയെ തിരിച്ചറിഞ്ഞു. ഉമ്മ എന്ന് വിളിച്ച് അവൾ മറിയത്തിന്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ ആ കാടും മലയും നിശബ്ദമായി ആ രംഗം നോക്കി നിന്നു. കരമുദ്ദീൻ തന്റെ മകളെ വാരിപ്പുണർന്ന് ആകാശത്തേക്ക് നോക്കി അള്ളാഹുവിന് നന്ദി പറഞ്ഞു. തന്റെ ജീവിതം പൂർണ്ണമായ നിമിഷമായിരുന്നു അത്. അവർ നൂറിനെയുമായി ഗ്രാമത്തിലേക്ക് തിരികെ നടന്നു. കൂടെ ആ വൃദ്ധനെയും അവർ കൂട്ടി.
കാരണം തങ്ങളുടെ മകൾക്ക് ജീവൻ നൽകിയ ആ വലിയ മനുഷ്യനെ ഒറ്റയ്ക്കാകാൻ അവർക്ക് തോന്നിയില്ല. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ നൂറിനെ കണ്ട ഗ്രാമവാസികൾ അമ്പരന്നുപോയി. 10 വർഷം മുമ്പ് മരിച്ചുപോയെന്ന് കരുതിയ കുഞ്ഞ് ഒരു മാലാഖയെ പോലെ തിരിച്ചു വന്നിരിക്കുന്നു. മറിയത്തെ പാപി എന്ന് വിളിച്ചവർ, കല്ലെറിഞ്ഞവർ, കടത്തിയവർ എല്ലാവരും ലജ്ജയോടെ തല താഴ്ത്തി നിന്നു. സത്യം എത്ര മൂടി വെച്ചാലും അതൊരിക്കൽ പുറത്തു വരുമെന്ന് ആ ഗ്രാമം അന്ന് മനസ്സിലാക്കി. ഗ്രാമത്തിലെ പള്ളിയിൽ നിന്ന് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ആളുകൾ മറിയത്തിന്റെ ക്ഷമയെയും വിശ്വാസത്തെയും പുകഴ്ത്തി. 10 വർഷം മുമ്പ് ആട് സംസാരിച്ചതൊരു അത്ഭുതമായിരുന്നെങ്കിൽ ഇന്ന് നൂറിന്റെ മടങ്ങിവരവ് അതിലും വലിയൊരു ദൃഷ്ടാന്തമായി മാറി. അള്ളാഹുവിന്റെ കരുണയിൽ വിശ്വസിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ലെന്ന് ആ കുടുംബത്തിന്റെ ജീവിതം തെളിയിച്ചു. അതേസമയം ക്രൂരത കാട്ടിയ ഷബ്നത്തിന്റെ അവസ്ഥ ദയനീയമായിരുന്നു. മറിയത്തെ ദ്രോഹിച്ചും കുഞ്ഞിനെ കുഴിച്ചുമൂടിയോ നേടിയതൊന്നും അവൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. നാടുകടത്തപ്പെട്ട അവൾക്ക് ഭ്രാന്തി പിടിപെട്ടു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളുമായി അഴുക്കുചാലുകളിൽ നിന്നും ഭക്ഷണം തിരഞ്ഞ് തെരുവുകളിൽ അലയുന്ന ഷബ്നത്തെ ഗ്രാമവാസികൾ പലപ്പോഴും കണ്ടു. എന്റെ ഉള്ളിൽ തീ എരിയുന്നേ എന്ന് അവൾ അലറിക്കരയുമായിരുന്നു. അവൾ ചെയ്ത ക്രൂരതയുടെ ശിക്ഷ ഈ ലോകത്ത് തന്നെ അവൾക്ക് തന്നെ ലഭിച്ചു തുടങ്ങി. കരമുദ്ദീനും മറിയവും നൂറിനും പിന്നീട് സമാധാനത്തോടെ ജീവിച്ചു. ആ വൃദ്ധൻ അവളുടെ കുടുംബത്തിലെ ഒരംഗമായി മാറി. നൂറിൻ തന്റെ 2 അച്ഛന്മാരുടെയും സ്നേഹത്തണലിൽ വളർന്നു. മറിയം തന്റെ തൊഴുത്തിൽ ചെന്ന് ഷേരി എന്ന ആടിനെ കെട്ടിപ്പിടിച്ച് പറയുമായിരുന്നു, നീയാണ് അന്ന് എന്റെ സത്യം വിളിച്ചു പറഞ്ഞത്. നിന്നെ അയച്ച പടച്ചൻ എത്ര വലിയവനാണ്. ഈ കഥ ലോകത്തിന് നൽകുന്ന പാഠം വളരെ വലുതാണ്. ക്ഷമ വലിയ പ്രതിസന്ധിയിലും കൈവിടരുത്. സബർ അഥവാ ക്ഷമ പാലിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പ്രതിഫലം സങ്കല്പിക്കാവുന്നതിലും വലുതായിരിക്കും. കാത്തിരിപ്പിന്റെ വേദന എത്ര കടുത്തതാണോ അത്രയും മധുരമുള്ളതായിരിക്കും അതിന്റെ ഫലം. അധർമ്മം എത്ര ശക്തമായി തോന്നിയാലും ഒടുവിൽ ധർമ്മം തന്നെ വിജയിക്കും. ആ പഴയ തറവാട്ടിൽ ഇപ്പോൾ പഴയതുപോലെ സങ്കടമില്ല. അവിടെ ചിലപ്പോൾ നൂറിന്റെ ചിരിയും മറിയത്തിന്റെ പ്രാർത്ഥനകളും സന്തോഷത്തിന്റെ പുതുനാമ്പുകൾ വിരിയിച്ചുകൊണ്ടേയിരുന്നു.